ഹലോ ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറവും അതുപയോഗിച്ചുള്ള പ്രോബ്ലംസുമാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ബാക്കി പോർഷൻസ്, കുറച്ച് വരുന്ന പോർഷൻസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 3s divided by s minus 1 the whole cube. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്താണ് വരുന്നത്? യൂസിങ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ റൈറ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 3 ആണെന്ന് കാണാൻ കഴിയും. ഓക്കെ, സോ ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് 3s ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു e raised to minus 3s into 1 by s minus 1 whole square whole cube. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്താ വരുന്നത്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 by s minus 1 the whole cube. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ടി എന്താ വരിക? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? L inverse of 1 by s minus 1 the whole cube. ഇതെന്താ വരുന്നത്? ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം 1 by s ക്യൂബ് ആണെങ്കിൽ എന്താ വരിക? 2 by s ക്യൂബ് ആണെങ്കിൽ നമുക്കറിയാം L inverse of 2 ഇൻറ്റു 1 by 2 ഉണ്ട്. 2 by s ക്യൂബ് നമുക്കറിയാം 1 by 2 ഇൻറ്റു s minus 1 ഹോൾ ക്യൂബാണ്. ഓക്കെ, ഇതിൽ 2 by s ക്യൂബ് ആണെങ്കിൽ വിച്ച് ഈസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് L ഇൻവേഴ്സ് ഓഫ് 2 by s ക്യൂബ് എന്തുവാ? ടി സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് 2 by s മൈനസ് 1 ഹോൾ ക്യൂബ് എന്താ വരിക? 1 by 2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 2 by s മൈനസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു, അവിടെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യും. 2 by s ക്യൂബാണ്. 2 by s ക്യൂബിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ടി സ്ക്വയർ ആണെങ്കിൽ 2 by s മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഇ റേസ് ടു 1 by 2 ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഇൻവേഴ്സ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം ഇത് എന്ന് പറയുന്നത് ഇ റേസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2. അപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഗിവൺ ഫംഗ്ഷൻ ഈസ്, ഇതാണ് ആൻസർ വരുന്നത്. ഗിവൺ ഫംഗ്ഷൻ എന്താണ്? എൽ ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. എൽ ഓഫ് ടി മൈനസ് 3 എന്താണ്? എഫ് ഓഫ് ടി മൈനസ് 3. എഫ് ഓഫ് ടി ഇതാണെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് 3 എന്താണ്? ദെർഫോർ റിക്വയർഡ് inverse Laplace transform is f of t minus 3 into u of t minus 3 which is equal to എന്താ വരുന്നത്? e raised to t minus 3 e raised to t minus 3 into t minus 3 the whole square by 2. This is f of t minus 3 into u of t minus 3. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതൊരു മറ്റു രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു ടി മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ സ്ക്വയർ ബൈ 2 if t greater than or equal to 3, 0
else. This is the final answer. Inverse Laplace transform of given function. Okay. അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് L inverse of inverse Laplace transform of 4 into e raised to minus 2s minus 2 into e raised to minus 5s divided by s. Okay. അപ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള അകത്തുള്ള ഫംഗ്ഷനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 4 e raised to minus 2s by s minus 8 e raised to minus 5s by s. അപ്പോൾ നമുക്ക് L inverse of e raised to minus as into എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് വരിക? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് വരിക. ഓക്കെ, നമ്മൾ നേരത്തെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതായത് വേർ ഇവിടെ എഫ് ഓഫ് ടി മൈനസ് എ വേർ എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഓക്കെ, അവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, വേർ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ, this is e raised to minus 2s into 4 by s minus e raised to minus 5s into 8 by s ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഒരു ടേമിൽ, ഇത് ഫോർ അനദർ ടേം ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ ഇത് എന്താണ് വരിക എന്ന് വെച്ചാൽ എഫ് ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 അല്ലെങ്കിൽ എഫ് വൺ ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മൈനസ് എഫ് ടു ഓഫ് ടി മൈനസ് 5 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 5 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇതിൽ എഫ് വൺ ഓഫ് ടി മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? വേർ f1 of t equal to L inverse of 4 by s. നമുക്കിവിടെയുള്ള 4 by എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമാണ് f1 ആയിട്ട് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 4 by എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താ? 1 by s ഏതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1 by s. സോ 4 by s എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4 ആണ്. അതുപോലെ എഫ് ടു ഓഫ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 8 by s വിച്ച് ഈസ് ഈക്വൽ ടു 8. അപ്പം എഫ് വൺ ഓഫ് ടി കിട്ടി. അങ്ങനെയെങ്കിൽ എഫ് വൺ ഓഫ് ടി മൈനസ് 2 എന്താ വരിക? എഫ് വൺ ഓഫ് ടി 4 ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫ് വൺ ഓഫ് എക്സും 4 തന്നെ വരും, എഫ് വൺ ഓഫ് വൈയും 4 തന്നെ വരും, എഫ് വൺ ഓഫ് ടി മൈനസ് 2 4 തന്നെ വരും. ഓക്കെ, സിമിലർലി എഫ് ടു ഓഫ് ടി മൈനസ് 5 എന്ന് പറയുന്നതും ഇവിടെ 8 തന്നെയാണ് വരിക. ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതെന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു L inverse equal to inverse Laplace transform is equal to
f1 ഓഫ് ടി മൈനസ് ടു ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു, അതായത് 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു മൈനസ് 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടു മൈനസ് 8 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 5 എന്നുണ്ട്. അത് നമ്മൾ പീസ് വൈസ് ഡിഫൈൻഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് ഇതെങ്ങനെ വരും? 4 if t greater than or equal to, sorry, ഇതിൽ ടി മൈനസ് ടുവിൻ്റെയും ടി മൈനസ് 5ൻ്റെയും ഇടയിലുള്ളത് 4 വരും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എന്നാൽ 5ന് ശേഷം നമുക്ക് 4 മൈനസ് 8 എന്നുള്ള വാല്യൂ ആണ് വരിക. 4 മൈനസ് 8 എന്ന് വെച്ചാൽ -4 ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, 0 എൽസ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ വരിക. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയാലും മതി. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് ഇതായിരിക്കും. അതൊന്ന് നോക്കുക, എല്ലാവരും ചെയ്ത് നോക്കണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫങ്ഷൻസ് യൂസിങ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. Find inverse Laplace transform of two into e raised to minus s minus e raised to minus 3s whole divided by s square minus 4. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്ന അതേ പ്രൊസീജിയേഴ്സ് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് വരിക? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ വരിക. വേർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇവിടെയുള്ള ഈ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എഫ് ഓഫ് ടി മൈനസ് എയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 മൈനസ് 2 into e raised to minus 3s by s square minus 4, which is equal to, so L inverse is equal to ഇനി L inverse എന്താ വരിക? u of t minus 1, ഇവിടെ e raised to minus 1s ആണ്. അപ്പോൾ u of t minus 1 ഇൻറ്റു, അല്ലെങ്കിൽ f of t minus 1 അത് എഴുതാം, ഇൻറ്റു f of t minus 1, f1 of t minus 1 മൈനസ് f2 ഓഫ് ടി മൈനസ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആയതുകൊണ്ട് f2 ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ഈ രീതിയിലാണ് ആൻസർ വരിക. വേർ f1 ഓഫ് ടി ഇസ് ഈക്വൽ ടു, f1 ഓഫ് ടി മൈനസ് 1 അല്ല നമ്മൾ കണ്ടുപിടിക്കുക, f1 ഓഫ് ടി.
ഇ റൈസ് ടു മൈനസ് എസ് ഒഴികെ ഉള്ള ബാക്കിയുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമാണ്. അതായത് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമാണ്. അതായത് ഇ റൈസ് ടു മൈനസ് എസ് ഒഴിവാക്കിയിട്ടുള്ള ഫംഗ്ഷൻ്റെ. അതായത് എഫ് വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 2/s²-4. അതെന്താണ് 2/s²-4? a/s² എന്ന് പറയുന്നത് സൈനിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്. a/s² എന്ന് പറയുന്നത് സൈൻ എച്ചിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആവില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തുവാണ് സൈൻ എച്ച് ഓഫ് 2t. ഓക്കെ, ഇതുപോലെ എഫ് ടു ഓഫ് ടി എന്താണ് വരുന്നുണ്ടാവുക? എഫ് ടു ഓഫ് ടി എന്ന് പറയുന്നത് 2/s²-4ൻ്റെ തന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്. വിച്ച് ഈസ് ഓൾസോ ഡിഫറൻ്റ് അല്ലാത്തതുകൊണ്ട് സെയിം സൈൻ എച്ച് ഓഫ് 2t എന്ന് വരും. ഓക്കെ, അപ്പം എഫ് ഓഫ് ഇത് രണ്ട് എഫ് വണ്ണും എഫ് ടുവും സെയിം ആയതുകൊണ്ട് എഫ് വൺ ഓഫ് ടി മൈനസ് നമുക്ക് വേണ്ടതാണ് t-1 ആൻഡ് t-3. എഫ് വൺ ഓഫ് t-1 എന്താ വരുന്നത്? ഈക്വൽ ടു സൈൻ എച്ച് ഓഫ് 2t-2 2 ഇൻറ്റു t-1 അല്ലെങ്കിൽ 2t-2. എഫ് ടു ഓഫ് t-1 എന്ത് വരും? സൈൻ എച്ച് ഓഫ് 2 ഇൻറ്റു t-1 അതായത് 2t-2 സോറി t-1 അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ 3 ആണ് ഇപ്പോൾ വരുന്നത്, അതായത് 2t-6 വരും. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നുണ്ടാവുക എൽ ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എൽ ഇൻവേഴ്സ് ഈക്വൽ ടു ഇതാണ് ഫൈനൽ ആൻസർ. അതിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഇപ്പം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഓഫ് t-1 ഇൻറ്റു അല്ലെങ്കിൽ എഫ് ഓഫ് അത് എഴുതാം സൈൻ എച്ച് ഓഫ് 2t-2 ഇൻറ്റു യു ഓഫ് t-1 മൈനസ് സൈൻ എച്ച് ഓഫ് 2t-6 ഇൻറ്റു യു ഓഫ് t-3. ഓക്കെ, ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഫൈനൽ ആൻസർ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ പീസ് വൈസ് എന്നുള്ള ഫോമിലേക്ക് മാറ്റാം, പക്ഷെ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രോബ്ലംസ് ചെയ്യുന്നത്.